ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബ്രേസി സ്റ്റിച്ചിങ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരു ചുരിദാറിൻ്റെ നെക്കാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ ടോപ്പ്. ഈ കഴുത്ത് ഭാഗത്തിലേക്ക് മാത്രം ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കഴുത്ത് ഭാഗത്തിൻ്റെ ഡിസൈന്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴുത്ത് ഇത്രയ്ക്ക് നമ്മൾ ഇറക്കി മുറിക്കുമ്പോൾ ഒത്തിരി കഴുത്തിൻ്റെ വീതി കൂടിപ്പോകുക. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ പോവുക. അത് എങ്ങനെയാണെന്നൊന്ന് കാണാം. ഈ കളറിൽ തന്നെ ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമുക്ക് ലൈനിങ് പീസൊക്കെ വരുന്ന തുണിയാണ്. ഇതിൻ്റെ ഫാൻ്റ് ഒന്നുമല്ല ഇത്. ഇപ്പോൾ ഈ തുണി 1 ഇഞ്ച് വീതി വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ നേരായിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇപ്പോൾ ഈ തയ്യൽ തുമ്പിനുള്ള ഈ ബാക്കി തുണിയെല്ലാം മുറിച്ച് കളയാം. എന്നിട്ട് ഈ തയ്യൽ തുമ്പിനുള്ള ഈ തുണി സകലം ഇങ്ങനെ ഒന്ന് കർവായിട്ട് മുറിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ തുണി ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നു. ഈ തയ്ച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു തുമ്പയിൽ സൂചി കൊണ്ട് കോർത്തിട്ട് ഇങ്ങനെ ഒരു തുമ്പ് പിടിച്ച് വലിക്കുമ്പം ഇതിങ്ങോട്ട് മറിഞ്ഞു വരും. ഇതുപോലെ ഇത് നേരായിട്ട് നമ്മൾ ഇവിടെ തയ്ച്ചിട്ടുണ്ടല്ലോ, ഈ തയ്യലിൻ്റെ പുറത്ത് തന്നെ ഇത് ഒന്നുകൂടെ തയ്ച്ചു കൊടുക്കാം. ഒരു സൈഡ് മാത്രം. എന്നിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കാം. നമുക്ക് ആവശ്യപ്പെടുന്ന അളവിന് ഇത് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യപ്പെട്ട അളവിന് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ തുണി. ഇത് ഇപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല നമ്മൾ മുറിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം നീളം കുറഞ്ഞു പോകും, ടോപ്പിൻ്റെ നീളം കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇവിടെ തൊട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ 1/2 ഇഞ്ച് മുകൾ വശത്തിലേക്ക് ഷോൾഡർ തയ്യൽ തുമ്പിനെ വിട്ടിട്ട് ബാക്കി ഇതുപോലെ ഒന്ന് നമ്മൾ തയ്ച്ചെടുക്കാം. ഇവിടെ ഈ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പുറത്ത് തന്നെ തയ്യൽ വരുന്ന രീതിക്ക് ഇത് മുഴുവനും ഈ കഴുത്തെ ചുറ്റി മുഴുവനും ഇത് തയ്ച്ചെടുക്കാം. അപ്പം ഇത് മുഴുവനും ഇതുപോലെ തയ്ച്ചെടുത്തു. എന്നിട്ട് ഈ തുണി ഇത് ലൈനിങ് പീസാണ്. ഇത് ഈ സെൻറ്റർ ഭാഗത്തിലേക്ക് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഇവിടെ ഈ സെൻറ്റർ ഭാഗത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു മൊട്ട് സൂചി കുത്തി കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇത് പുറത്ത് കാണുന്നുണ്ട്, ഈ തുണി നമുക്ക് ഈ ഡിസൈൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലൈനിങ് പീസിൻ്റെ പുറത്ത് തന്നെ ഇത് നമ്മൾ ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. നമുക്കിങ്ങനെ ഇത് ഇവിടെ ഈ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ തയ്ച്ചിരിക്കുന്ന ആ ഭാഗം നമുക്കിത് ഇവിടെ കാണും. ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പം ബാക്കിയുള്ള ഈ തുണി ഇപ്പോൾ നമ്മൾ മുറിച്ച് മാറ്റിയെടുക്കാം.
ഇപ്പോൾ ഇത് ഈ തയ്യൽ തുമ്പിനുള്ള ബാക്കിയുള്ള തുണി നമ്മൾ മുറിച്ചെടുത്തു. എന്നിട്ട് ഈ തുണി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ തുണി വെച്ചിട്ടുണ്ടല്ലോ, സെൻറ്റർ ഭാഗത്തിലേക്ക് തുണി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഗ്യാപ്പിലേക്കുള്ളത് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഈ തയ്യൽ തുമ്പിനുള്ള നൂല് മുറിച്ചേക്കരുത്. തയ്യലിൻ്റെ പുറത്ത് വീഴാതെ രീതിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള പീസ് മാത്രം ഇങ്ങനെ മുറിച്ചെടുത്തു. എന്നിട്ട് ഈ ലൈനിങ് പീസ് പുറവശത്തിലേക്ക് മറിച്ചിട്ടു. എന്നിട്ട് ഇപ്പോൾ ഇത് നേരായിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. തയ്ച്ചെടുത്തു. എന്നിട്ട് ഈ ഷോൾഡർ ഭാഗം ഇപ്പം ഇതിനകത്ത് നമ്മൾ വള്ളി കോർക്കണമെങ്കിൽ കോർക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇവിടെക്കാട്ടിൽ ഇവിടെ സകലം ഇറങ്ങി വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അത്ര ഇറക്കമായിട്ടൊന്നും ചിത്തയായിട്ട് കാണത്തില്ല നമുക്ക്. ഇപ്പോൾ ഇതിനകത്ത് വള്ളി ഇടണമെങ്കിൽ വള്ളി ഇടാം, അല്ലെങ്കിൽ മുത്ത് കോർക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് മുത്ത് കോർക്കാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് മുത്ത് കോർക്കാൻ പോകുന്നില്ല, ഇതിനകത്ത് ഈ വള്ളി മാത്രം ഇടാൻ പോവുക. ഇപ്പം ഈ തുണി ബാക്കിയുള്ള ഈ വേസ്റ്റ് തുണി എടുത്തിട്ട് ഇതിനകത്ത് ഇപ്പോൾ വള്ളി ഒന്ന് നമ്മൾ റെഡിയാക്കാം. ഇതുപോലെ നല്ല വശത്തിലേക്ക് തിരിച്ചിട്ട് ഒരു ഇഞ്ചി ഉണ്ടെങ്കിൽ മതി. തയ്യൽ തുമ്പിനെയും കൂടെ കൂട്ടി 1 ഇഞ്ചി ഉണ്ടെങ്കിൽ മതി. നമ്മൾ തയ്ച്ചെടുത്തിട്ട് അത് മറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു വള്ളിയായിട്ട് കിട്ടിയാൽ മതി. അങ്ങനെയുള്ള രീതിക്ക് വീതി വെച്ചിട്ട് സകലം നീളം മാത്രം കൂടുതലുള്ളതുപോലെ നമ്മൾ തയ്ച്ചെടുക്കാം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് വള്ളിയായിട്ട് റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഈ വള്ളി സകലം വീതി കൂടുതലാണെങ്കിൽ ഇതിങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. ഇത് നല്ലപോലെ ഒരു നൂലായിട്ട് നമുക്ക് ഈ വള്ളി കിട്ടും. ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. നമ്മൾ സാധാരണ ബ്ലൗസിലേക്ക് വള്ളി പിടിപ്പിക്കണമെങ്കിൽ തുണി ഉണ്ടെങ്കിൽ നമ്മൾ റെഡിമെയ്ഡിലുള്ള വള്ളി എടുക്കാതെ ഇതുപോലെ തുണി ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒരു സെറ്റ് പിന്ന് കൊണ്ട് ഇതിനകത്ത് കോർത്തെടുക്കാം. ഇതിനകത്ത് ഓരോ തുണിയായിട്ട് ഇങ്ങനെ സെറ്റ് പിന്നുണ്ടെങ്കിൽ സകലം ബുദ്ധിമുട്ടില്ലാതെ വരും. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഇവിടെ ഇങ്ങേ അറ്റം തൊട്ട് ഇവിടെ വരെ ഇത് കോർത്തിട്ട് പിന്നെ കാണിക്കാം. അപ്പം ഇതിനകത്ത് ഈ വള്ളി കോർത്ത് നമ്മൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇതുപോലെ ഈ വള്ളി കോർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഇത് എല്ലാ പണിയും തീർന്നു. ഇതിൻ്റെ കൈ പീസ് ജോയിൻറ്റ് ചെയ്യാൻ പോവുക. ഇതാണ് സെൻറ്റർ ഭാഗം. ഈ സെൻറ്റർ ഭാഗത്തിലെ കൈയിൻ്റെ ചുറ്റളവിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തു. ഷോൾഡർ ഭാഗമല്ല, കൈയിൻ്റെ താഴെ അളവാണിത്. ഇപ്പം ഈ ഷോൾഡർ ഭാഗം രണ്ടും കൂടെ